ട്രേഡിംഗ് മീഡിയയുടെ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോവിഡ് സമയത്ത് കേരള ഗവൺമെന്റിന്റെ ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, ഭയമല്ല ജാഗ്രതയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട്, ഇല്ലേ? ഇന്ന് നമ്മൾ കഴിഞ്ഞൊരു 2-3 ദിവസമായിട്ട് യൂട്യൂബിൽ ഏതൊരു ഇൻഫ്ലുവൻസിന്റെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിന്റെ ടാഗ് ലൈനുകളൊക്കെ എന്ന് പറയുന്നത് ട്രേഡ് യുദ്ധം, മാർക്കറ്റ് പൊട്ടി വീഴാൻ പോകുന്നു, 18,000-ലോട്ട് നിഫ്റ്റി എത്തും, അങ്ങനത്തെ പാനിക് ആയിട്ടുള്ള ഒരുപാട് ടാഗ് ലൈനുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്നെല്ലാം നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടെ നമുക്കുണ്ട്. ഇത് കൊറോണ പോലെ അല്ലെങ്കിൽ അത്രയ്ക്കും വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു സംഭവം നമ്മളെ ബാധിക്കുന്ന ഒരു സംഭവമല്ല. നമുക്ക് ഒരാഴ്ച മാർക്കറ്റിൽ ഇപ്പം ഉണ്ടായിട്ടുള്ള ഒരു വോളറ്റിലിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്ക എടുത്തിട്ടുള്ള ഈ ഒരു ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രശ്നം തീരുന്നത് വരെ മാർക്കറ്റിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനപ്പുറത്ത് നമ്മുടെ ജീവനോ അല്ലെങ്കിൽ ജീവിതമോ കൊണ്ടുപോകുന്ന വലിയൊരു വിപത്തല്ല താൽക്കാലികമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്. മറ്റു കാര്യങ്ങളെ ബാധിക്കുമായിരിക്കും, പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഒരിക്കലും നമ്മളെ ബാധിക്കുന്ന ഒരു വലിയൊരു സംഭവമല്ല, ജാഗ്രത എടുത്തു കഴിഞ്ഞാൽ. ഇപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് പറയുന്നത് ട്രേഡ് ചെയ്യുന്നവരല്ല. ട്രേഡേഴ്സിന് ഒരിക്കലും ഇത്തരത്തിലുള്ള വിപണി ബാധിക്കില്ല. ബാധിക്കുന്നത് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരെയാണ്. സ്റ്റോക്ക് വാങ്ങിച്ച് ഹോൾഡ് ചെയ്യുന്നവർക്കൊക്കെ വലിയ നഷ്ടത്തിലോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട്. നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ടാകും. സ്വിംഗ് ട്രേഡേഴ്സ് ചെയ്യുന്നത് എപ്പോഴും സപ്പോർട്ടിൽ നിന്ന് വാങ്ങുകയും റെസിസ്റ്റൻസിൽ വിൽക്കുകയും ചെയ്യുന്നവരാണ് സ്വിംഗ് ട്രേഡേഴ്സ്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവരുണ്ട്, അവർക്കുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോഴത്തെ ഈ മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് പറ്റിയ ഒരു സമയമാണ്. അവർ സേഫാണ്. അവരെന്തായാലും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് എത്തുന്നവരെ അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു കറക്ഷനിലോട്ട് പോകുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്. അവർക്ക് ഇപ്പോഴേ വാങ്ങിച്ചു തുടങ്ങാം, മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴത്തേക്കും ആവറേജ് തുടങ്ങാം. അവർക്ക് കൃത്യമായിട്ട് അവരുടെ ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. പക്ഷെ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെയല്ല, അവർ ചെറിയൊരു പീരീഡിലേക്ക് വാങ്ങിക്കുന്നവരാണ്. അപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവര് അവരൊരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുമ്പോൾ അവർക്ക് എന്തായാലും ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. അവരുടെ ബൈയിങ് ഏരിയക്ക് തൊട്ട് താഴത്തെ അതിന് മുന്നേ ഉള്ള സ്വിംഗ് ലോയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. കൃത്യമായിട്ട് അത് പാലിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡേഴ്സിനും ഈ ഒരു ഉണ്ടാകാൻ പോകുന്ന ഒരു ക്രൈസിസിനെ തരണം ചെയ്യുവാൻ സാധിക്കും. ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നവർ, അവരെന്ന് പറയുന്നത് ഒരിക്കലും ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഫണ്ട് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നവരല്ല. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ മാർക്കറ്റിന്റെ ട്രെൻഡിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്നവരാണ്. അവർക്കും ജാഗ്രത പാലിച്ചുകൊണ്ട് മാറി നിൽക്കാവുന്നതേ ഉള്ളൂ. അതിനപ്പുറത്ത് മാർക്കറ്റിൽ ഇത്രയ്ക്കും പാനിക്കാകേണ്ട ഒരു സംഭവം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കഴിയുന്നതും ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊറോണയ്ക്ക് ശേഷം 2020 ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു വീഴ്ചയാണ് ഇന്നലെ വെള്ളിയാഴ്ച, ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്, അതുകൊണ്ടാണ്. വെള്ളിയാഴ്ച അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു വീഴ്ചയിലാണ്. ഡൗ ജോൺസ് ഏകദേശം 5.50% ആണ് ഒറ്റ ദിവസം കൊണ്ട് വീണിരിക്കുന്നത്. ഇതിന് മുന്നേ വീണത് 2020 മാർച്ചിൽ കോവിഡ് സമയത്താണ്. S&P നോക്കുകയാണെന്നുണ്ടെങ്കിലും 5.97, ഏകദേശം 6% വീണിട്ടുണ്ട്. നസ്ഡാക്കും ഏകദേശം 5.73% വീണിട്ടുണ്ട്. വലിയൊരു വീഴ്ചയാണ്. ഇതിന്റെ ഒരു ആഘാതം തിങ്കളാഴ്ച മിക്കവാറും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായേ പറ്റത്തുള്ളൂ. കാരണം ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നതും ഏകദേശം 2.75% നെഗറ്റീവായിട്ടാണ്. 615 പോയിന്റ് നെഗറ്റീവായിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത്രയും വലിയൊരു വീഴ്ച ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ രാവിലെ ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാലും ന്യായമായിട്ടുള്ള ഒരു ഗ്യാപ് ഡൗൺ മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറഞ്ഞത് ഒരു 200 to 300 പോയിന്റ് വരയ്ക്കും. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് 200 to 300 പോയിന്റ് വരയ്ക്കും മാർക്കറ്റ് ഒരു നെഗറ്റീവിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാറി നിന്ന് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരു ദിവസം ട്രേഡ് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ചെയ്യുന്നവർ ഒരു ദിവസം മാറി നിന്ന് മാർക്കറ്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഒരു 300-400 വലിയൊരു നെഗറ്റീവായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 300-400 പോയിന്റ് നെഗറ്റീവായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് റിക്കവർ ആകാനുള്ള സാധ്യതയുണ്ട്. അതിന് താഴോട്ട് വീഴുമോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം കഴിഞ്ഞ വ്യാഴാഴ്ച നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഗിഫ്റ്റ് നിഫ്റ്റി 280 പോയിന്റ് ഡൗൺ ആയിരുന്നു.
ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് നെഗറ്റീവായിട്ടാണ്. 150 പോയിന്റ് നെഗറ്റീവായിട്ട് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ആദ്യത്തെ 10 മിനിറ്റ് കൊണ്ട് മാർക്കറ്റ് റിക്കവറായി. അപ്പോൾ വലിയൊരു നെഗറ്റീവിലോട്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു മൂവ്മെന്റ് എങ്ങോട്ടാണ്, മാർക്കറ്റ് മുകളിലോട്ട് കയറി വരാൻ സാധ്യതയുണ്ടോ, താഴോട്ട് വീഴാൻ സാധ്യതയുണ്ടോ, ഒന്നും അറിയില്ല. അടുത്ത കാരണം നമുക്കിനി അറിയണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, അത് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഓപ്പൺ ആവുന്നത്. അപ്പം അടുത്ത് എന്താണ് ഡിസിഷൻ, ഇന്ത്യയും ഇതിൽ എന്ത് നിലപാടൊക്കെ എടുക്കും, ഒരു തീരുമാനം വരാത്തിടത്തോളം കാലം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല മാർക്കറ്റ് അവിടെ നിന്ന് റിക്കവർ ആകുമോ ഇല്ലയോ. തൽക്കാലം തിങ്കളാഴ്ച മാർക്കറ്റിൽ നിന്ന് ട്രേഡേഴ്സ് മാറി നിൽക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത്. മാർക്കറ്റിൽ നിന്ന് നോക്കിയിരുന്ന് പഠിക്കാനുള്ള, പറ്റുമെങ്കിൽ ഈ ഒരാഴ്ച മൊത്തത്തിൽ ട്രേഡേഴ്സ് മാറി നിന്നുകൊണ്ട് മാർക്കറ്റിന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എന്തായാലും നമുക്ക് ചാർട്ട് അനാലിസിസിലോട്ട് പോവാം. മറ്റു കാര്യങ്ങൾ നമ്മളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ വെറുതെ തലപുകഞ്ഞിരുന്ന് അമേരിക്കയുടെ റേറ്റ് കട്ടും മറ്റ് ടാക്സേഷനും എല്ലാം നോക്കിയിരുന്നിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ എന്തായാലും നമുക്കൊരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 10 രൂപ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാം. അതിനപ്പുറത്ത് നമുക്ക് പാനിക്കാവേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് എന്തായാലും ഇല്ല. നമുക്ക് ചാർട്ടിലോട്ട് പോവാം, ഡേ ചാർട്ടിലോട്ട് പോവാം. ഡേ ചാർട്ട് നിഫ്റ്റിയിൽ നമ്മൾ നേരത്തെ തന്നിട്ടുണ്ടായിരുന്ന സപ്പോർട്ട് ലെവലിൽ മാർക്കറ്റ് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ട്രെൻഡ് ലൈൻ ഉണ്ട്, പിന്നെ ഫിബ് അനുസരിച്ച് ഇവിടെ ഒരു സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ, 22,684, 22,908 ആണ് നമ്മുടെ അടുത്തൊരു സപ്പോർട്ട് തന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനും കടന്നു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ ആഴ്ചയിൽ മാർക്കറ്റ് ഇവിടെ നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. നമുക്ക് പ്രൈസ് ആക്ഷൻ അനുസരിച്ച്, ചാർട്ട് പാറ്റേൺ അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ഒരു സപ്പോർട്ട് ലെവലാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പാനിക് സെല്ലിംഗ് അനുസരിച്ച് മാർക്കറ്റ് ഇവിടെ ചിലപ്പോൾ ഇതിനൊന്നിനെയും റെസ്പെക്ട് ചെയ്തെന്ന് വരത്തില്ല, ട്രെൻഡ് ലൈനെ ഒന്നും റെസ്പെക്ട് ചെയ്തെന്ന് വരത്തില്ല. എന്നാലും നമുക്ക് ഇത് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, താഴോട്ട് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കാം. ഏത് ട്രെൻഡ് ലൈനാണ്? ഈ സപ്പോർട്ട് എടുത്തിട്ടുള്ള ട്രെൻഡ് ലൈൻ. ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഏകദേശം ഫിബ് അനുസരിച്ച് വരുന്ന 22,366.786 എന്നുള്ള ഒരു വാല്യൂവില് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യത ഉണ്ട്. ഈ ഒരു ലെവലില് ഈ ആഴ്ച സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നിൽക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് നേരത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ചുള്ള ഒരു സ്വിംഗ് ലോയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ഈ ഒരു ലെവലിലൂടെ നോക്കാം. 22,366, 22,300 ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് ഇപ്പോഴത്തെ അമേരിക്കയുടെ ഒരു ട്രേഡിംഗ് വാറിലോട്ടാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ, രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡിംഗ് വാറിലോട്ടാണ് പോകുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നത് അടുത്തൊരു 4-5 മാസത്തേക്ക് ഈ ഒരു പ്രശ്നത്തിനൊക്കെ പരിഹാരം വരുന്നവരേക്കും ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിനുള്ള സാധ്യതയുണ്ട്. അത് നമുക്കിപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് വന്നിട്ടുള്ള 21,900 ലെവലൊക്കെ എന്ന് പറയുന്നത് ഒരു ഈ ഒരു ലെവലിനുള്ളിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരു അപ്പ് ആൻഡ് ഡൗൺ മാർക്കറ്റ് ആയിരിക്കും മിക്കവാറും. അടുത്ത് വരുന്ന ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ആദ്യത്തെ ഒരു ക്വാർട്ടർ എങ്കിലും മിക്കവാറും ഇതിനകത്തൊരു കൺസോൾട്ടേഷൻ ആണ് സാധ്യത വളരെ കൂടുതൽ. സെൻസെക്സിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും സെയിം ഇത് തന്നെയാണ്. ഓൾറെഡി നമ്മുടെ ആ ഒരു പാറ്റേണിൽ സപ്പോർട്ട് എടുത്ത് നിൽപ്പുണ്ട്. ഇവിടെ നിന്നും ഏകദേശം 73,919 ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് മിക്കവാറും ഇറങ്ങി വന്ന് ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്രീവിയസ് ലോ ആയിട്ടുള്ള 72,541 ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ലെവൽസിലോട്ട് പോവാം. സെൻസെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഡ് CPR ആണ്. നമുക്ക് ഏറ്റവും നല്ലൊരു മാർക്കറ്റ് ഇനിയിപ്പോൾ അത്യാവശ്യം ട്രേഡ് ചെയ്തേ പറ്റത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ അനുസരിച്ച് ഒരു വലിയൊരു ഗ്യാപ് ഡൗൺ വരണം. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിനുള്ളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാം, താഴോട്ട് ട്രേഡ് ചെയ്യാം. ഈ ഒരു ലെവൽ താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടണം. അതായത് ഇതിന് മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഒരു ഗ്യാപ് ഡൗൺ വരണം. ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഇതിനുള്ളിലുള്ള ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ 74,985, 75,038 താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ട്രേഡ് ചെയ്യാം.
ഏറ്റവും നല്ലൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ് ഡൗൺ. നിഫ്റ്റിയിലൊക്കെ ഒരു 100 പോയിന്റിന്റെ ഉള്ളിൽ ഒരു ഗ്യാപ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിൽ ഇന്ന് പുട്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരു മാർക്കറ്റാണ്. മാർക്കറ്റ് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ വലിയൊരു വീഴ്ചയിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്, ലെവലുകൾ കൃത്യമായിട്ട് നോക്കിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഒരു ബ്രേക്ക്ഔട്ട് താഴോട്ട് കിട്ടുന്നതെങ്കിൽ 74,602, 74,672. രണ്ടാമത്തെ ടാർഗറ്റ് 74,206, 74,252. ഇപ്പോഴത്തെ അനുസരിച്ച് ഇവിടെ എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് വരും. കൃത്യമായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുക. ഇവിടെ നിന്ന് താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെ മാർക്കറ്റ് വരത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ താഴോട്ടുള്ള ഈ 3 ലെവൽസും കൃത്യമായിട്ട് നോക്കുക. നിഫ്റ്റിയിലും 22,793 മുകളിൽ ഒരു 200 പോയിന്റിന്റെ ഒക്കെ ഉള്ളിൽ ഒരു ഗ്യാപ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഫസ്റ്റ് സപ്പോർട്ട്. ഇതിനുള്ളിൽ ഒരു ഗ്യാപ് ഡൗൺ നോക്കുക. ഫസ്റ്റ് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസിംഗ് നോക്കണം. ചിലപ്പോൾ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 5 മിനിറ്റ് ക്ലോസിംഗ് ഇതിന്റെ മുകളിൽ വന്നാൽ പോലും തിരിച്ച് 22,793, 22,769 ബ്രേക്ക്ഔട്ട് താഴോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 22,707, 22,692 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 22,637, 22,616. താഴോട്ട് ഈ 2 ടാർഗറ്റും വയ്ക്കാം. ഇത് വലിയൊരു റേഞ്ചാണ്. വൈഡ് CPR ആണ്. CPR ഏകദേശം 100 പോയിന്റിന്റെ CPR ആണ്. CPRനുള്ളിലുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് 22,992, 23,012. സപ്പോസ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗോ ചെറിയൊരു ഗ്യാപ്പ് അപ്പൊക്കെ ഗ്യാപ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ ഈ ഒരു റേഞ്ചിനുള്ളിലൊക്കെ ഒരു ഗ്യാപ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഒന്ന് വെയിറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് മാർക്കറ്റ് മുകളിലോട്ട് CPRലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ CPRൽ നിന്ന് ഈ ഒരു റേഞ്ച് 22,900 നിന്ന് മാർക്കറ്റ് താഴോട്ട് വീഴും. അപ്പോൾ തിങ്കളാഴ്ച ഏറ്റവും നല്ലൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറഞ്ഞൊരു 100 പോയിന്റിനുള്ളിലുള്ള ഒരു ഗ്യാപ് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 100 പോയിന്റിനുള്ളിലുള്ള ഒരു ഗ്യാപ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിൽ ഏറ്റവും നല്ല മാർക്കറ്റാണ് താഴോട്ട് കോൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻസ് ചെയ്യുന്നവർക്ക് താഴോട്ട് PE എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർക്കറ്റ് ആയിരിക്കും. മാർക്കറ്റിൽ ഒരു അവസരത്തിൽ പോലും നമ്മൾ CEക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാണ്ടിരിക്കുക. നമ്മൾ ട്രെൻഡിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പഠിക്കണം. ട്രെൻഡിന് ഓപ്പോസിറ്റ് നമ്മൾ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പോകില്ല. ചിലപ്പോൾ റിക്കവറി നടക്കുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാതെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലതാണ്. ഒരു ദിവസം ട്രേഡ് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാർക്കറ്റ് ചിലപ്പോൾ റിവേഴ്സ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ വലിയൊരു ഗ്യാപ് ഡൗണിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിവേഴ്സ് വന്നേക്കും. അപ്പോൾ വലിയൊരു ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെങ്കിൽ ട്രേഡ് ചെയ്യാണ്ട് ഒഴിവാക്കുക. ചെറിയൊരു ഗ്യാപ് ഡൗണോ ഫ്ലാറ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയ സെല്ലൊക്കെ വെച്ചിട്ട് താഴോട്ട് ട്രേഡ് നോക്കാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമുക്ക് ലൈവ് മാർക്കറ്റിൽ നോക്കാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.